കണ്ടോ, ഞാനൊരു ചോറ്റുപാത്രം വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചോറ്റുപാത്രമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 തട്ടുള്ള ചോറ്റുപാത്രമാണ്. അപ്പോൾ അവസാനത്തെ തട്ടാണ് എടുക്കുന്നത്. അതിൽ നമുക്ക് ചോറിടാം. അപ്പോൾ ചോറ് ഇതിനകത്തോട്ട് ഇടാൻ പോവുകയാണ് കേട്ടോ. കുറച്ചധികം ചോറ് ഇടുന്നുണ്ട്. നന്നായിട്ട് പുഷ് ചെയ്ത് വെക്കണം. അപ്പോൾ നല്ല ചൂടുണ്ട്. ചൂട് ചോറാണ്, അതാണ് ആവി പറക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ചോറ്റുപാത്രത്തിൽ ചോറിൻ്റെ കൂടെ എന്ത് കറികളാണ് ഇഷ്ടമെന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം കേട്ടോ, ഫുൾ കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ചോറെല്ലാം വെച്ച് കഴിഞ്ഞു. കുറച്ചധികം ചോറ് വെക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് അമർത്തി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ഫിഷ് ഫ്രൈ വയ്ക്കാം. ഫിഷ് ഇന്ന് ഞങ്ങൾക്കിവിടെ കിട്ടിയത് ചൂരയാണ്. അപ്പോൾ ചൂര പൊരിച്ചതാണ് ഞാനിനി അടുത്തത് വയ്ക്കാൻ പോകുന്നത്. ചൂര വെച്ചു. ഞാൻ 3 കഷ്ണം ചൂര വയ്ക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ 3 കഷ്ണം ചൂര ഞാൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആർക്കൊക്കെ ചൂര ഇഷ്ടം? എനിക്ക് ചൂര ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രത്യേകതരം ടേസ്റ്റ് അല്ലേ ഫിഷിൽ ചൂര. അടുത്ത നമുക്ക് ഒരു അച്ചാർ വയ്ക്കാം. ചോറിൻ്റെ കൂടെ അച്ചാറും ഫിഷ് ഫ്രൈയും വയ്ക്കാം. അച്ചാർ മാങ്ങാ കറിയാണ് ഞാൻ ഇവിടെ വയ്ക്കുന്നത്, മാങ്ങ അച്ചാർ. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ മാങ്ങാ കറി എന്ന് പറയും, മാങ്ങ അച്ചാർ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ നാട്ടിൽ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് നന്നായിട്ട് വെച്ച് അമർത്തി വയ്ക്കുക. അത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് പാത്രം മുകളിലോട്ട് വയ്ക്കാം. ഇത് അടുക്ക് പാത്രമല്ലേ, അതിൽ നമുക്ക് വിഴുക്ക് വയ്ക്കാം. വിഴുക്കെന്നാണ് ഇവിടെ പറയാറ്. അപ്പോൾ ഞാൻ ഈ വിഴുക്കിൽ ചേർത്തിട്ടുള്ളതെന്ന് വെച്ചാൽ വെണ്ടയ്ക്ക, തക്കാളി, സവാള, കറിവേപ്പില, പച്ചമുളക്. അപ്പോൾ കടുക് എണ്ണയിൽ താളിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നതാണ് ഇവിടുത്തെ വിഴുക്ക്. വേറെ എന്തൊക്കെ ഇതിൽ പറയുന്നതെന്നുള്ളതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് തക്കാളി ഇടുന്ന വിഴുക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മുട്ട പൊരിച്ചതും കൂടെ വെക്കാം. എന്നാലേ അത് കംപ്ലീറ്റ് ആകത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ചോറ്റുപാത്രം. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം, നിങ്ങൾ എന്തൊക്കെയാണ് ചോറ്റുപാത്രത്തിനകത്ത് വെക്കാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത പാത്രം അതിൻ്റെ മുകളിലോട്ട് വയ്ക്കാം. 3 തട്ടുള്ള പാത്രമാണ് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് അടുത്ത പാത്രം വയ്ക്കാം. അതിൽ ഞാൻ ഇന്നത്തെ കറിയാണ് കാണുന്നത്. ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ ചൂരക്കറിയാണ്. നമ്മളിന്ന് വറുത്തരച്ചാണ് വെച്ചേക്കുന്നത്. വറുത്തരച്ച് വെക്കുന്നത് ചൂരക്കറി ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതിലെന്താ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ നന്നായിട്ട് വറുത്ത് തേങ്ങയും നന്നായിട്ട് വറുത്തരച്ചെടുക്കുന്നതാണ് വറുത്തരച്ച കറി. അതിൽ പുളിയൊക്കെ ഇട്ട്, പുളിയുമുണ്ട്, പിന്നെ തക്കാളി ഇടുന്നുണ്ട്, മാങ്ങ ഇടുന്നുണ്ട്, മുരിങ്ങയ്ക്ക ഇടുന്നുണ്ട്. അപ്പോൾ സൂപ്പർ കറിയാണ് കേട്ടോ. അത് കറി കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറാം. അപ്പോൾ കറിയൊക്കെ കോരി നന്നായിട്ട് കറി കോരി വെച്ചതിന് ശേഷം നമുക്ക് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചോറ്റുപാത്ര വീഡിയോ ഇതാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുക. ഇനി ഒരു നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. നജ്ന ഫ്രം നാസ് വണ്ടർ വേൾഡ്. ബൈ ബൈ.